അടുത്ത മസ്അല മസ്അലത്തുൽ ജബീറ. മസ്അലത്തുൽ ജബീറ അഥവാ പ്ലാസ്റ്റർ ഇട്ടാൽ എങ്ങനെയാണ് നമ്മൾ വുദു എടുക്കേണ്ടത്. അപ്പോൾ അതിന് 5 രൂപങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒന്നാമത്തെ രൂപം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, മുറിയില്ല, പ്ലാസ്റ്ററുകളൊന്നുമില്ല, സാധാരണ അവസ്ഥ. ആ അവസ്ഥയിലാണെങ്കിൽ എല്ലാ അവയവങ്ങളും കഴുകൽ നിർബന്ധമാണ്. രണ്ടാമത്തെ അവസ്ഥ, ഒരാളുടെ വുദൂഇന്റെ അവയവത്തിൽ ഒരു മുറിവുണ്ട്, പക്ഷേ മുറിവ് പ്ലാസ്റ്റർ ഇട്ടതൊന്നുമില്ല, വെള്ളം നനഞ്ഞാലും പ്രശ്നമില്ല. അങ്ങനത്തെ മുറിവാണെങ്കിൽ അപ്പോഴും അയാൾ കഴുകൽ നിർബന്ധമാണ്. മൂന്നാമത്തെ അവസ്ഥ, ഒരാളുടെ കൈകളിൽ ആ വുദൂഇന്റെ അവയവത്തിൽ മുറിവുണ്ട്, പക്ഷെ വെള്ളം കൊണ്ട് കഴുകാൻ പറ്റില്ല, എന്നാൽ തടവാൻ പറ്റും. കഴുകാൻ പറ്റില്ല, പക്ഷെ തടവാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ തടവണം. ബാക്കിയുള്ള അവയവങ്ങൾ കഴുകുക, ആ ഭാഗം തടവുക. നാലാമത്തെ അവസ്ഥ, ഒരാളുടെ അവയവത്തിൽ മുറിവുണ്ട്, അത് കഴുകാനും പറ്റൂല, തടവാനും പറ്റൂല, എന്നാ പ്ലാസ്റ്റർ കിട്ടൂല. ഡോക്ടർ പറഞ്ഞിട്ടാണ് പിന്നെന്താ കാറ്റ് കൊണ്ടിട്ട് ഉണങ്ങണം എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്റ്റർ കിട്ടില്ല, എന്നാൽ കഴുകാൻ പറ്റില്ല, പിന്നെ തടവാൻ പറ്റും, അത് പറ്റില്ല. ആ അവസ്ഥയിൽ എന്ത് ചെയ്യണം? അപ്പൊ അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു, നമ്മൾ വുദു എടുക്കുക, ഏത് അവയവത്തിനാണോ പ്രശ്നം ആ അവയവം മാറ്റി നിർത്തുക, എന്നിട്ട് അവസാനത്തിൽ ആ അവയവത്തിന് വേണ്ടി തൈമം ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ ഇടത്തെ കൈയിനാണ് പ്രശ്നം, ഇടത്തെ കൈമ മുറിയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം കൈകൾ കഴുകുക, വായു ഒപ്പിക്കുക, മുഖ്യവെള്ളം ചീറ്റുക, മുഖം കഴുകുക, വലത്തെ കൈ കഴുകുക, ഇടത്തെ കൈ ഒഴിവാക്കുക. ഒന്നും ചെയ്യണം, ഇടത്തെ കൈ ഒഴിവാക്കുക. എന്നിട്ട് തല തടവുക, ചെവി തടവുക, കാല് കഴുകുക. എന്നിട്ട് ഇടത്തെ കൈയിന് വേണ്ടി നമ്മൾ തൈമം ചെയ്യും. അപ്പൊ ഏത് അവയവത്തിനാണോ പ്രശ്നം ആ അവയവം ഒഴിവാക്കുക, എന്നിട്ട് ആ അവയവത്തിന് വേണ്ടി അവസാനത്തിൽ തൈമം ചെയ്യണം. ഇതാണ് ആ അവസ്ഥയിൽ ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ അവസ്ഥ, ഒരാളുടെ അവയവത്തിൽ മുറിവുണ്ട്, അത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പ്ലാസ്റ്ററും ബാൻഡേജും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്രയാണോ പ്ലാസ്റ്റർ ഇടേണ്ടത് അത്ര മാത്രമേ പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളുടെ കൈ പൊട്ടി, അപ്പൊ അയാൾക്ക് ഇത്ര ഭാഗം പ്ലാസ്റ്റർ ഇട്ടാൽ മതി, പക്ഷെ കൈ മുഴുവൻ കയറ്റില്ല, അത് പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. അങ്ങനെ ചിലപ്പോൾ നമുക്കത് തടുക്കാൻ കഴിയില്ല. ആശുപത്രിയിൽ നമുക്ക് ആ വേദന കൊണ്ടുള്ള സമയത്ത് ഡോക്ടർ ഫുൾ ഇടുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് പറയാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര വരെ പറ്റുക അത്ര വരെ ഇടണം എന്ന് അത് പറയണം. അപ്പൊ എത്ര വരെയാണോ വേണ്ടത് അത്ര വരെയാണ് നമ്മൾ അത് ഇടേണ്ടത്. ഇനി ഒരാൾ പ്ലാസ്റ്റർ പകുതിയുള്ളൂ, ഇത്ര പ്ലാസ്റ്റർ ഭാഗം, ഇത്ര ഭാഗം ഇട്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ വുദു എടുക്കുക, പ്ലാസ്റ്ററിന്റെ മുകളിലൂടെ തടവാനും, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കഴുകുക. ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യണം? അയാൾ കഴുകണം, പ്ലാസ്റ്ററിന്റെ മുകളിലൂടെ തടവും. അധികം ആൾക്കാർ പ്ലാസ്റ്ററിന്റെ മുകളിലൂടെ തടവും, ബാക്കിയുള്ള ഭാഗം ഒഴിച്ചു. അത് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള ഭാഗം കൂടി എന്ത് ചെയ്യണം? നമ്മൾ കഴുകണം. ഇനി പ്ലാസ്റ്റർ മുഴുവനായിട്ടിട്ടുണ്ടെങ്കിലോ, അപ്പൊ അയാൾ എന്ത് ചെയ്യാം? പ്ലാസ്റ്ററിന്റെ മുകളിലൂടെ തടവും. അപ്പൊ തടവുമ്പോ എങ്ങനെ തടവണം? ഹുഫൈൽ തടവിയത് പോലെയല്ല, മുഴുവനായിട്ട് തടവണം. മുഴുവനായിട്ട് തടവണം. അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഹുഫൈൽ തടവലും പ്ലാസ്റ്ററിൽ തടവലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹുഫൈൽ തടവില് നമ്മൾ പറഞ്ഞ സമയപരിധി ഉണ്ട്, എന്നാൽ പ്ലാസ്റ്ററിൽ തടവുന്നതിന് സമയപരിധി ഇല്ല. 1 മാസം പ്ലാസ്റ്ററിനെങ്കിൽ 1 മാസക്കാലം തടവാം. അതേപോലെ ഹുഫ ധരിക്കുമ്പോൾ വുദു എടുത്തുകൊണ്ട് ധരിക്കണം. പ്ലാസ്റ്ററിന്റെ മുമ്പ് വുദു എടുത്തിരിക്കണമെന്ന് ശുദ്ധിയോടെ ഇരിക്കണം നിർബന്ധമില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിലുള്ള വ്യത്യാസങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നതാണ്.